ഇസ്രായേലിന്റെ ഗാസയിലെ സൈനിക നീക്കത്തിൽ സമ്മർദ്ദവുമായി രംഗത്തെത്തുന്ന സഖ്യകക്ഷികളുടെ നിലപാടിൽ കടുത്ത വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹോളോകോസ്റ്റിന് ശേഷം ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയെ ഇത്ര വേഗം മറന്നോ എന്നും ഹമാസിനെ ഗാസയിൽ നിന്നും ഇല്ലാതാക്കാതെ ഇസ്രായേൽ സൈനിക നീക്കം അവസാനിപ്പിക്കുകയില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ולידידינו בקהילה הבינלאומית אני אומר, הזיכרון שלכם כל כך קצר, כל כך מהר שכחתם את 7 באוקטובר, את הטבח הנורא ביותר שבוצע נגד יהודים מאז השואה. ലക്ഷ്യം നേടുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടുവെന്നാണ്. അതിന് ഞങ്ങൾ അനുവദിക്കില്ല. ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങുകയുമില്ല. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക. ഇനി ഹമാസ് ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ പ്രവർത്തിക്കും. പ്രതിവാര ക്യാബിനറ്റ് മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ സൈനിക നീക്കത്തിൽ സമ്മർദ്ദവുമായി വരുന്ന സഖ്യരാഷ്ട്രങ്ങളുടെ നിലപാടിൽ കടുത്ത വിയോജിപ്പാണ് നെതന്യാഹു രേഖപ്പെടുത്തിയത്. ഹോളോകോസ്റ്റിന് ശേഷം ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയെ ഇത്ര പെട്ടെന്ന് മറന്നോ എന്നും ഹമാസിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശം നിഷേധിക്കാൻ ശ്രമിക്കുന്നത് എന്തിനെന്നും നെതന്യാഹു ചോദിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും എത്ര സമ്മർദ്ദമുണ്ടായാലും മേഖലയിൽ നിന്നും തീവ്രവാദത്തിന്റെ വേരുകൾ പിഴുതെടുക്കുന്നതുവരെ പ്രവർത്തിക്കുമെന്നും റാഫയിലെ യുദ്ധമേഖലയിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനിടയിൽ ഗാസയിൽ ഹമാസിനെതിരെ ആക്രമണം തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.